നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് നമുക്ക് ദുഃഖവെള്ളിക്കൊക്കെ ആണെങ്കിലും ഇടാലോ എന്ന് ഓർത്തിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ സത്യത്തിൽ ഈ സാധനം വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇത് അങ്ങനെയല്ല കേട്ടോ, എപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ സീസണൽ ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കൂടുതൽ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് അങ്ങനെയും ഉപയോഗിക്കാം, എപ്പോ ആണെങ്കിലും നമുക്ക് ആ ഒരു യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് ഞാൻ എടുത്തൊരു പ്രോഡക്റ്റ് ആണ്. കാരണം അത്ര ഭംഗിയുള്ള കളർ കോമ്പിനേഷനും മെറ്റീരിയലും ആട്ടോ. ഇത് നമ്മുടെ മൽക്കോട്ടൺ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ ആദ്യം വന്നിരുന്നില്ലേ, കോറ കോട്ടൺ ആണ്. ആ ഒരു ഫാബ്രിക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ചെക്ക് പാറ്റേൺ, പിന്നെ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത്. അടുപ്പിച്ച് കാണിക്കാം. ഇത് സത്യത്തിൽ ഇതിന്റെ ഐറ്റംസ് എല്ലാം സെയിം കളർ കോമ്പിനേഷനാണ്. ഈ ത്രെഡുകൾക്ക് മാത്രം മാറ്റം കൊടുത്താ ചെയ്തേക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ്. ഓരോന്ന് കാണുമ്പോഴും നമുക്ക് തോന്നും അതാ കുറച്ചുകൂടെ ഭംഗിയെന്ന്. കാരണം അത്രയും നല്ല വർക്ക് അതിന്റെ ബോർഡേഴ്സിലൊക്കെ, ദുപ്പട്ടയുടെ ബോർഡേഴ്സ് ഒക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഈ ഒരു ബോർഡർ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഇത് ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് വരെ ആണെങ്കിലും നമുക്കൊരു ഒന്ന് യുണീക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും. കോളറിനൊക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്ക്വയറിനൊക്കെ കൊടുത്തിട്ടോ ഒക്കെ ചെയ്താലും ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് കോട്ടൺ പോലെ തന്നെയാണ് മെറ്റീരിയൽ. ശരിക്കും നമ്മുടെ പ്യുവർ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്കും പറ്റുന്ന ഫാബ്രിക് ആണ്. പിന്നെ ബോട്ടം കൊടുത്തേക്കുന്നത് സാറ്റൻ സിൽക്ക് ആണ്. അപ്പൊ അത് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടം ബ്ലാക്കോ വൈറ്റോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇതുപോലാണ് ഏകദേശം ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. മെറ്റീരിയൽ ആ ദുപ്പട്ടയ്ക്കൊക്കെ ഭയങ്കര ലെങ്ത് ആണ്. ഇതിന്റെ നമ്പർ C885, റേറ്റ് 1690 രൂപയുള്ളൂ. 1690. ഇതില് രണ്ടാമത്തെ ഡിസൈൻ ഇതാ കേട്ടോ. ഇത് ഭയങ്കര രസം കാണാൻ. ഇതാണ് ഇതിന്റെ ബോർഡർ ഡിസൈൻ വരുന്നത്. ആ മുമ്പേ കണ്ടത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. ഇത് എൻ്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഓരോന്നും നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത്. ഇതിന്റെ ഈ ഫ്ലവറിനും വ്യത്യാസമുണ്ട്, ഇത് കൊടുത്തേക്കുന്ന ഈ ഒരു ഫ്ലവർ പാറ്റേണും വ്യത്യാസം ഉണ്ടാവും. ഇത് ശരിക്കും കട്ട് വർക്ക് പോലെ ഫീൽ ചെയ്യും കേട്ടോ. സ്കാലപ്പ് ഒക്കെ ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ടോപ്പിലെ ഡിസൈൻ വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ ഇത്രയും കൂടെ മടക്കി വെച്ചേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 49-50 ഒക്കെ ലെങ്ത് കിട്ടും. അപ്പൊ ഇതിനൊരു കട്ട് വർക്ക് സ്റ്റൈൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ടോപ്പിലും കൂടെ. അതായത് ഇതിന്റെ ബോർഡറിൽ വരുന്ന അതിനോട് പാറ്റേണിന് യോജിക്കുന്ന രീതിയിലാണ് നമുക്ക് ടോപ്പിലും ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇതിന്റെ നമ്പർ C883, റേറ്റ് സെയിം ആണ്. അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതും ആ ഒരു കട്ട് വർക്ക് സ്റ്റൈൽ തന്നെയാണ് ഇത് ദുപ്പട്ട പോയേക്കുന്നത്. ടോപ്പിൽ എല്ലാത്തിനും ആ ഒരു കട്ട് വർക്കിന്റെ ഒരു ചെറിയ ടച്ച് വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞൊരു ഹോൾസിന്റെ പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കാണ് ഈ ഒരു വർക്ക്. അപ്പോൾ ഓരോന്നും അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ചിലത് കട്ടി കുറഞ്ഞിട്ടാണെങ്കിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതാകുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ്, ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് നമുക്ക് അങ്ങനെ ഒരു ഇച്ചിരി എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട ഞാൻ ഇറങ്ങി നിൽക്കുക. അതിന്റെ ഒരു ഫുൾ അതിന്റെ ഭംഗി കിട്ടണമെങ്കിൽ ഇതുപോലാണ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത്. ഇതൊക്കെ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട്. ഇത് ബ്ലാക്കിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പ്ലെയിൻ ടോപ്പ് ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഈ ഒരു വർക്ക് ഒന്ന് എടുത്ത് നിൽക്കും. ഇതിന്റെ നമ്പർ C884, റേറ്റ് സെയിം ആണ്. അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എടുത്തു പറയാൻ മാത്രം വ്യത്യാസം ഇല്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഫ്ലവേഴ്സ് കുറച്ച് വ്യത്യാസം അത്രേ ഉള്ളൂ. ഇതുപോലെ അകത്തും എല്ലാം ഫുള്ളിങ്ങനെ ബുട്ട ടൈപ്പ് ഡിസൈൻ എംബ്രോയിഡറി ചെയ്ത് പോയിരിക്കുന്ന ഐറ്റം ആട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ മതി. നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാനാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൂടുതലായിട്ടൊക്കെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഏകദേശം ഡിസൈൻ. പെട്ടെന്ന് അങ്ങനെ പറയാൻ മാത്രം വലിയ വേരിയേഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തതിലേക്ക് പോകുന്നത്. ഇതിന്റെ നമ്പർ C881. അടുത്ത് ഇതിലെ ലാസ്റ്റ് ഡിസൈൻ. ഇതും അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഇല്ല, പക്ഷെ എന്നാലും ഒരു മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ബ്ലാക്ക് ഒത്തിരി വരാത്ത രീതിയിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം, ഇല്ലെങ്കിൽ മറ്റേത് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ബോർഡേഴ്സ്, ഈ ബോർഡർ കാണാം കേട്ടോ. ഏറ്റവും ഭയങ്കര ഭംഗിയുള്ള ഒരു ബോർഡറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കുക. രണ്ട് സൈഡിലിടുന്നവരൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് എടുത്തോ. കാരണം അത്ര ലെങ്ത് കൊണ്ട് ഭയങ്കര ഭംഗിയാ. ഒരു രണ്ട് സൈഡിലിടുമ്പോൾ ബോർഡേഴ്സ് എല്ലാം ഈ ഒരു വർക്ക് വരുന്നതുകൊണ്ട് ഇട്ട് കാണാനും ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിന്റെ നമ്പർ C882, റേറ്റ് 1690 ആണ്. 1690.